അപ്പൊ നമുക്ക് നോക്കാല്ലേ? എന്താ? ഞാൻ വേറിട്ടൊരു കാഴ്ച കാണിച്ചു പറയാളിയാ കണ്ടോ? ഈ പറഞ്ഞ എസ്ലോജിക് കമ്പനി എന്ന് പറയുന്നത് ഇവിടത്തെ കമ്പനിയായിട്ട് ആര് ബന്ധം? ആയിക്കോട്ടെ. ഉപ്പ് തിന്നും വെള്ളം കുടിച്ചു തന്നെ ആവണം. ഏത് വായനാണാവോ കളി കണ്ടേ? ഈ കഴുതക്കുട്ടി കൊച്ചുണ്ണിനെ തന്നെ. ഇതൊക്കെ ഗുഹാപോഹങ്ങളാണ്. ഞാൻ അങ്ങനെ വല്ല അക്കൗണ്ട് ഉണ്ടോ എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ, അറിയേണ്ട ആവശ്യമില്ല. താനൊക്കെ പിന്നെ എന്തിനാടോ ഇങ്ങനെ ആണാന്നും പറഞ്ഞ് നടക്കുന്നത്? താൻ വാല് പൊക്കണ കണ്ടപ്പോഴേ മനസ്സിലായി തന്റെ രോഗം എന്താണ്. ഇന്ന് പത്രങ്ങളിൽ മുഴുവൻ വന്നിരിക്കുന്നത് അസംബന്ധ വാർത്തകൾ. നീ ആരാടാ പന്നി? നമസ്കാരം. എന്തോ ഓടി വാടാ. പ്രാഥമിക പരിശോധനയ്ക്ക് പോലും നിലനിൽപ്പില്ലാത്ത വാർത്തകൾ. അതുപോലെ ഈ അക്കൗണ്ടിൽ ആവറേജ് ബാലൻസ് കിടക്കുന്നത് കോടികളാണ്. 10 കോടി രൂപയിലധികം പലപ്പോഴും ആവറേജ് ബാലൻസ് ഉണ്ടായിരുന്നു ഈ അക്കൗണ്ടിൽ. ഒരിക്കലും സർ, ഈ വക്കീലിന്റെ മനഃപൂർവ്വം നാണം കടത്ത എന്തൊക്കെയോ പറയുവാണ്. ഇവിടെ കോവെ തന്നെ ആരോട് കേസ് ഏൽപ്പിച്ചത്? കാട്ടാനെ വരെ ചൂണ്ടുപർമ്മത്തിൽ നിർത്താൻ കഴിവുള്ളവരാണ് ഈ കർത്താവ്. അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല. സഖാക്കളുടെ നേതാവായ, പാവപ്പെട്ടവന്റെ നേതാവായ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരനായ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിൽ കിടന്ന പൈസ ആണ്. ഇനി നിൽക്കണ്ട വലിയ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാൻ ഏതായാലും ഗുണം പിടിക്കില്ല. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇതിനകത്ത് നടന്നിട്ടുള്ള മുഴുവൻ അന്വേഷണങ്ങളും പുറത്തു വന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആണി മേടിച്ചതിന് പോലും കമ്മീഷൻ ചിലപ്പോൾ അവിടെ കൈപ്പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് നാണമില്ലാതെ എന്തിനും മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? സൈൻ ചെയ്ത ഈ ഡോക്യുമെന്റ് പ്രകാരം വീണയ്ക്ക് കൊടുക്കേണ്ട സാലറി 3,34,800 രൂപ. സ്ഥിരമായിട്ടോ താൽക്കാലികമായിട്ടോ? തീരായിട്ട് വേണമെങ്കിൽ തലമുറയായി കൈമാറി ജോലി ചെയ്യാം. അല്ല, അവര് ഒന്നും പറയണ്ട, ഇങ്ങനെ തന്നെ ഇവിടെ പലരും ജോലി കയറിയിരിക്കുന്നത്. സ്വപ്നയുടെ പേരിൽ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിന് പോയ പൈസ 3,34,800. സ്വപ്നയ്ക്ക് കിട്ടിയത് 1,07,000. കൃത്യമായ മാസപ്പടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നിരുന്നു, അല്ലെങ്കിൽ വീണ വിജയന് ചെന്നിരുന്നു എന്ന് വേണം ഈ ട്രാൻസാക്ഷൻ വഴി മനസ്സിലാക്കാൻ. RDP തൊലി ഇരിക്കുകയാണ് ഉത്തമ. അല്ലാതെ എന്ത് ചെയ്യാം? ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.